ന്യൂസ് 16 കേരള. ഇറാഖിലെ മാളിൽ തീപിടുത്തം, 61 പേർക്ക് ദാരുണാന്ത്യം. കത്തിയമർന്നത് ഒരാഴ്ച മുമ്പ് തുറന്ന മാള്. നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷനാണോ? ഭാരം കൂടിപ്പോയി, റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. എയർ ആൻഡ് സീ കാർഗോ, കൊറിയർ സർവീസ്, റോഡ് ഫ്രൈറ്റിംഗ്. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. അപ്പോൾ ഇനി ടെൻഷൻ വേണ്ട. പ്രൈം എക്സ്പ്രസ് കാർഗോ കുവൈറ്റ്. കിഴക്കൻ ഇറാഖിലെ കൂദ് നഗരത്തിലെ മാളിലുണ്ടായ തീപിടുത്തത്തിൽ 61 പേർക്ക് ദാരുണാന്ത്യം. ഒട്ടേറെ പേരെ കാണാതായി. കെട്ടിടത്തിനുള്ളിൽ നിന്ന് 45 പേരെ സിവിൽ ഡിഫൻസ് സംഘം രക്ഷപ്പെടുത്തി. ഒരാഴ്ച മാത്രം മുമ്പ് തുറന്ന മാളിലാണ് ദുരന്തം നടന്നത്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ പുറത്തുവിടുമെന്ന് ഇറാന്റെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ INA റിപ്പോർട്ട് ചെയ്തു. തീപിടുത്തത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. 5 നില കെട്ടിടം കത്തുന്നതും അഗ്നിരക്ഷാ സേന തീയണക്കാൻ ശ്രമിക്കുന്നതും കാണാം. കെട്ടിടത്തിന്റെയും മാളിന്റെയും ഉടമയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കാമെന്നും അധികൃതർ പറഞ്ഞു. തിരിച്ചറിഞ്ഞ 60 പേരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം കത്തിക്കരിഞ്ഞതിനാൽ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മാളിൽ റെസ്റ്റോറന്റും സൂപ്പർ മാർക്കറ്റും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒട്ടേറെ കുടുംബങ്ങൾ അത്താഴം കഴിക്കുകയും ഷോപ്പിംഗ് നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.